ഭൂമിയിൽ മനുഷ്യന് ജീവിക്കാൻ കഴിയുന്ന പ്രദേശത്തിൻ്റെ 30% ഒക്കുപ്പൈ ചെയ്തു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ലാൻഡ് ഏരിയ കവർ ചെയ്തിരിക്കുന്ന ഒരു അഗ്രികൾച്ചറൽ ഇൻഡസ്ട്രി ഉണ്ട്. മാത്രമല്ല ഏകദേശം ഭൂമിയിൽ നമ്മൾ പുറത്തുവിടുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസുകളുടെ 14.5% കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഈ ഒരു കാർഷിക മേഖലയ്ക്ക് സത്യത്തിൽ പെട്രോളിയം വാഹനങ്ങൾ പുറത്തുവിടുന്ന പുകയേക്കാൾ കൂടുതൽ അന്തരീക്ഷത്തിൻ്റെ ചൂട് കൂട്ടാൻ ആവശ്യമായ പുക പുറത്തുവിടാൻ കഴിയുന്നുമുണ്ട്. പറഞ്ഞു വരുന്നത് ലൈഫ് സ്റ്റോക്കുകളെ കുറിച്ചാണ്. അതായത് നമ്മൾ പറയുന്നില്ലേ, ഈ നോൺ വെജ് ഭക്ഷണത്തിന് വേണ്ടി മൃഗങ്ങളെ വളർത്തുന്ന വലിയ വലിയ ഫാം. വിദേശത്ത് പോയി കഴിഞ്ഞാൽ ഇതിന് ഫാക്ടറി ഫാമിംഗ് എന്നാണ് പൊതുവെ വിളിക്കാറുള്ളത്. നമ്മുടെ നാട്ടിൽ അങ്ങനെ വലിയ തോതിൽ വളർത്തി കാണുന്നത് ഈ ചിക്കനൊക്കെയാണ്. എന്നാൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കഴിക്കുന്ന പോർക്ക് പോലെയുള്ള അല്ലെങ്കിൽ ബീഫ് പോലെയുള്ള കാര്യങ്ങളെ വലിയ വലിയ ഫാമുകളിൽ വളരെ വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ വളർത്തിയിട്ടൊക്കെയാണ് പലപ്പോഴും ഭക്ഷണത്തിന് വേണ്ടി എത്തിക്കുന്നത്. എല്ലാം വൃത്തിഹീനമല്ല, എന്നാലും അവിടെയുള്ള ജീവജാലങ്ങൾ അനുഭവിക്കുന്ന ക്രൂരത വളരെ വലുതാണ്. ഈ ലൈഫ് സ്റ്റോക്കുകളെ നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല. കാരണം മനുഷ്യ പരിണാമത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളൊരു ഘട്ടമായിരുന്നു മനുഷ്യൻ മൃഗങ്ങളെ തീയിൽ വേവിച്ച് കഴിക്കാൻ തുടങ്ങിയ കാലഘട്ടം. നമ്മൾ ഒരിക്കലും ചരിത്രത്തിൽ വെജിറ്റേറിയൻ ആയിരുന്നില്ല. പകരം നമ്മൾ പ്ലാന്റ്സിനോടൊപ്പം തന്നെ അനിമൽസിനെയും കഴിച്ചിരുന്നു. പക്ഷേ അനിമൽസിനെ വേവിച്ച് കഴിക്കുന്നതോടുകൂടി വളരെ എളുപ്പത്തിൽ നമ്മുടെ ശരീരത്തിലേക്ക് കൂടുതൽ ന്യൂട്രിയൻസ് എത്താൻ തുടങ്ങുകയും അതൊരു പക്ഷേ നമ്മുടെ പരിണാമത്തെ ആക്സലറേറ്റ് ചെയ്യിക്കുകയും ചെയ്തിരിക്കണം. അതുകൊണ്ട് ഇത് മനുഷ്യൻ്റെ പോപ്പുലേഷൻ കൂടുന്നതിനനുസരിച്ച് ഈ ഇൻഡസ്ട്രി കൂടാനാണ് പോകുന്നത്. എന്നാൽ അവിടെ വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ചില കണ്ടെത്തലുകൾ പുറത്തു വന്നിട്ടുണ്ട്. നമ്മൾ അറുക്കാനായി നിർത്തിയിരിക്കുന്ന ഒരു പശുവിനെയോ പോത്തിനെയോ കാളയെയോ ആടിനെയോ ചിക്കനെയോ ഒക്കെ കണ്ടതിന് ശേഷം ആ എക്സാക്റ്റ് ജീവിയെ മാംസമാക്കി നമ്മുടെ മേശപ്പുറത്ത് കൊണ്ടുവച്ചാൽ വളരെ കുറച്ച് ആളുകൾക്കെങ്കിലും ഒരു ഉൾക്കുത്ത് വരാറുണ്ട്. കാരണം ഒരു ജീവി, നമ്മൾ ജീവനോടെ കണ്ടൊരു ജീവിയുടെ ശരീരമാണ് നമ്മൾ ഭക്ഷിക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ വളർന്നു വന്ന ദയ, കരുണ, സഹാനുഭൂതി, അങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെ വർക്ക് ചെയ്യും. നമ്മുടെ സമൂഹത്തിൽ തന്നെ വെജിറ്റേറിയൻ ഭക്ഷണം മാത്രം കഴിക്കുന്ന ഒരുപാട് ആളുകളെ കാണാൻ കഴിയും. അത് അവരുടെ ചോയ്സാണ്. വെജാണോ നോൺ വെജാണോ നല്ലത് എന്ന ഒരു ഡിബേറ്റിനല്ല ഞാനിവിടെ ശ്രമിക്കുന്നത്. അത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവാണ്. എങ്കിലും ഈ രണ്ട് കൂട്ടർക്കും കുറച്ചുകൂടി സന്തോഷം തരുന്ന മറ്റൊരു കണ്ടെത്തൽ അണിയറയിൽ നടക്കുന്നുണ്ട്. അതാണ് ലാബ് ഗ്രോൺ മീറ്റ്. ഇത്തരത്തിൽ വലിയ തോതിൽ ജീവജാലങ്ങളെ വളർത്തി അവയെ കഷ്ടപ്പെടുത്തി അവയെ ക്രൂരതയോടുകൂടി ജീവിപ്പിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഭക്ഷണത്തിന് വേണ്ടി മാത്രം ജീവിപ്പിച്ചതിന് ശേഷം കശാപ്പ് ചെയ്ത് ഭക്ഷണമാക്കി മാറ്റുമ്പോൾ ഉണ്ടാകുന്ന ഒരു എത്തിക്കൽ കൺസേൺ ഉണ്ട്. മാത്രമല്ല ഇവയ്ക്ക് വളരെയധികം അസുഖങ്ങൾ വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഏകദേശം മനുഷ്യൻ ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ ആൻറ്റിബയോട്ടിക്കുകൾ ഇത്തരം ലൈഫ് സ്റ്റോക്കുകളുടെ മുകളിലാണ് ഉപയോഗിക്കുന്നത് എന്ന വസ്തുതയുമുണ്ട്. പലതരത്തിലുള്ള അസുഖങ്ങൾ കൂട്ടത്തോടെ ഇത്തരം ലൈഫ് സ്റ്റോക്കുകൾക്ക് വരുന്ന സമയത്ത് ആൻറ്റിബയോട്ടിക്കുകൾ നിരന്തരം ഉപയോഗിക്കുമ്പോൾ ഈ അസുഖങ്ങൾ പലപ്പോഴും ആൻറ്റിബയോട്ടിക്കുകളെ മറികടക്കുന്ന രീതിയിൽ പരിണമിക്കാനും അത് പിന്നീട് മനുഷ്യനിലേക്ക് വരാനുമുള്ള സാധ്യത ഒരുപാടുണ്ട് എന്നതാണ് വാസ്തവം. ഈ കോളി, സാൽമണല്ല പോലെയുള്ള വിഷകരമായിട്ടുള്ള സൂക്ഷ്മജീവികൾ മനുഷ്യ ശരീരത്തിലേക്ക് എത്തുന്നതിലും അതുപോലെ തന്നെ പെട്ടെന്ന് വളരുന്നതിന് വേണ്ടി നിയമവിരുദ്ധമായി ഗ്രോത്ത് ഹോർമോണുകൾ ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി ആയിട്ടാണ് ലൈഫ് സ്റ്റോക്ക് ഇൻഡസ്ട്രിയെ കാണാൻ കഴിയുന്നത്. ഈ മേഖലയിൽ വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇറച്ചി ഉണ്ടാക്കിയെടുക്കുക, മീറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്ന ആദ്യകാല സങ്കല്പങ്ങളായിരുന്നു. അതായത് മൃഗത്തിൻ്റെ ശരീരത്തിലുണ്ടാകുന്ന മാംസത്തെ പ്ലാന്റിൽ നിന്നുള്ള എക്സ്ട്രാക്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് വികസിപ്പിച്ചെടുത്തിട്ട് മനുഷ്യന് ഇറച്ചിയുടെ ടേസ്റ്റ് കിട്ടുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ള പരീക്ഷണങ്ങൾ ആദ്യകാലത്ത് നടന്നിരുന്നു. എന്നാൽ അത് അത്രത്തോളം ഫീസിബിൾ ആയിരുന്നു എന്ന് മാത്രമല്ല, ലോകത്ത് പല സംഘടനകളും ഇപ്പോൾ പ്ലാന്റ് ബേസ്ഡ് ഇറച്ചി ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമത്തിൽ നിന്ന് പിന്നോട്ട് പോയിട്ടുണ്ട്. എന്നാൽ അനിമൽസിൻ്റെ ശരീരത്തിലുണ്ടാകുന്ന ഇറച്ചി അല്ലെങ്കിൽ മാംസത്തെ ലാബിനകത്തുള്ള ഇൻക്യുബേറ്ററുകൾക്കുള്ളിൽ വളർത്തിയെടുക്കാൻ കഴിയുമോ എന്ന ആശയത്തിൽ നിന്നാണ് ലാബ് ഗ്രോൺ മീറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് മുന്നോട്ട് വരുന്നത്. കാര്യം വളരെ സിമ്പിളാണെന്ന് കേൾക്കുമ്പോൾ തോന്നാമെങ്കിലും അത് ചെയ്തു വരുന്ന സമയത്തുണ്ടാകുന്ന കോസ്റ്റും കോംപ്ലക്സിറ്റിയും വളരെ വലുതാണ്. മാത്രമല്ല നമ്മുടെ സയൻസ് മാഗസിൻ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ പേരുകൾ ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പുതിയതായിട്ട് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ലിങ്ക് ഉപയോഗപ്പെടുത്താം. ഒരു മൃഗത്തിൻ്റെ ശരീരത്തിൽ നിന്നും അതിനെ ദ്രോഹിക്കാത്ത വണ്ണം സെല്ലിനെ ഹാർവെസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ കോശങ്ങൾ എടുക്കുന്നു. പ്രത്യേകിച്ച് സ്റ്റെം സെല്ലുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് മൾട്ടിപ്ലൈ ചെയ്യാനും അതിന് വലിയ ഒരു സെല്ലുകളുടെ കൂട്ടത്തിലേക്ക് അല്ലെങ്കിൽ ഒരു എക്സാക്റ്റ് കിലോഗ്രാമോളം ഭാരം വരുന്ന ഇറച്ചി അല്ലെങ്കിൽ മസിലിലേക്ക് കൺവേർട്ട് ചെയ്യാനും ഒക്കെയുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇത്തരത്തിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ ഇറച്ചി ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ജീവിയിൽ നിന്നും സ്റ്റെം സെല്ലുകൾ വേർതിരിക്കുകയും അതിനെ കൃത്യമായിട്ട് കണ്ടീഷൻ ചെയ്ത സ്റ്റെറിലൈസ് ചെയ്ത ലാബിനുള്ളിലെ ബയോ റിയാക്ടറുകൾ അല്ലെങ്കിൽ ഇൻക്യുബേറ്ററുകൾക്കുള്ളിലേക്ക് കൃത്യമായ രീതിയിൽ പ്ലേസ് ചെയ്യുകയും ചെയ്യുന്നു. ഇവിടെ സംഭവിക്കുന്നത് ഒരു മൃഗത്തിൻ്റെ ശരീരത്തിൽ എങ്ങനെയാണോ കോശങ്ങൾ വളർന്ന് മൾട്ടിപ്ലൈ ചെയ്ത് അതിൻ്റെ ശരീരത്തിലെ പേശികളും ഫാറ്റ് സെല്ലുകളും ഒക്കെ ആയി മാറുന്നോ അതേപോലെയുള്ളൊരു കണ്ടീഷൻ നമ്മൾ ഇൻക്യുബേറ്ററുകൾക്കുള്ളിൽ സജ്ജീകരിച്ചെടുക്കുന്നു. ഒരു ജീവിയുടെ ശരീരത്തിലെ കോശങ്ങൾക്ക് വളരാൻ ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻറ്റുകൾ, അതായത് അമിനോ ആസിഡുകൾ, വിറ്റാമിനുകൾ, പ്രോട്ടീനുകൾ, ഫാറ്റുകൾ, ഷുഗറുകൾ, ഇതെല്ലാം തന്നെ കൃത്യമായ അനുപാതത്തിൽ പ്രൊവൈഡ് ചെയ്യുകയും
ഇത് ഒരു ജീവിശരീരത്തിൽ വളരുന്നത് പോലെ വളർന്ന് മൾട്ടിപ്ലൈ ചെയ്ത് പൂർണ്ണ രൂപത്തിലെത്തുന്ന മാംസഭാഗമായി കൺവെർട്ട് ആവുകയും ചെയ്യുന്ന പ്രോസസ്സാണ് സത്യത്തിൽ സെല്ലുലാർ ഹാർവെസ്റ്റിൽ നിന്നും ലാബ് ഗ്രോൺ മീറ്റ് എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലേക്കുള്ള വളർച്ച എന്ന് പറയുന്നത്. അത് തുടക്കത്തിൽ വളരെ ചെറിയ മില്ലിഗ്രാമോ ഗ്രാമോ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയൂ. എന്നാൽ വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജിയിലൂടെ വളരെ എഫിഷ്യൻ്റ് ആയിട്ട് ലാബ് ഗ്രോൺ മീറ്റ് വളർത്തിയെടുക്കാൻ സാധിക്കും എന്ന് പഠനങ്ങൾ നടക്കുന്നുണ്ട്. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ചോദിക്കുന്നുണ്ടായിരിക്കാം, ഞാനൊരു സയൻസ് ഫിക്ഷൻ ഐഡിയ അല്ലേ ഇവിടെ അവതരിപ്പിക്കുന്നത് എന്ന്. എന്നാൽ 2013 ഡോക്ടർ മാർക്ക് പോസ് എന്ന് പറയുന്ന ഒരു ഗവേഷകൻ ലാബിൽ വിജയകരമായിട്ട് ബീഫ് വളർത്തിയെടുക്കുകയും ഏകദേശം ആ സമയത്ത് തന്നെ ലണ്ടനിൽ ബർഗറിലൂടെ ഇത് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുകയും ചെയ്തതിനെക്കുറിച്ചുള്ള വാർത്തകൾ അക്കാലത്ത് വളരെയധികം പ്രശസ്തി ആർജിച്ചിരുന്നു. ഏകദേശം 2 വർഷം കൊണ്ടാണ് അദ്ദേഹം ചെറിയൊരു ബർഗറിൽ വയ്ക്കാൻ കഴിയുന്ന തരത്തിലുള്ള ബീഫിനെ വളർത്തിയെടുത്തതെന്ന് മാത്രമല്ല, അദ്ദേഹം ഉണ്ടാക്കിയ ആ ബീഫിന് ഏകദേശം $3,35,000 ചിലവുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ 7 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ സിംഗപ്പൂരിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 2020 മുതൽ ലാബിൽ വളർത്തിയെടുത്ത ഇറച്ചി വിൽക്കുന്നത് അവിടെ ലീഗലാണ്. ഇത്തരത്തിലുള്ള പ്രോസസ്സുകളുടെ വിജയം കാണുന്നതിലൂടെ പലതരത്തിലുള്ള കമ്പനികളും മുന്നോട്ട് വരികയും, ഉദാഹരണത്തിന് അപ്സൈഡ് ഫുഡ്, ഈറ്റ് ജസ്റ്റ് തുടങ്ങിയ കമ്പനികൾ മുന്നോട്ട് വരികയും ലാബ് ഗ്രോൺ മീറ്റിനെ വളർത്തിയെടുത്തുകൊണ്ട് അതിനെ വിപണിയിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ബിൽഗേറ്റ്സ് പോലെയുള്ള കോടീശ്വരന്മാർ ഈ മേഖലയിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ആരംഭിച്ചത്. നമുക്ക് ലാബ് ഗ്രോൺ മീറ്റ് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. സാധാരണഗതിയിൽ ഉപയോഗിക്കേണ്ടി വരുന്ന ഭക്ഷണമോ വെള്ളമോ ഒന്നും ലാബിൽ വളർത്തുന്ന ഇറച്ചിക്ക് ആവശ്യമില്ല. കാരണം ഒരു ജീവിയെ വളർത്തിയെടുത്ത് അത് വളർന്നു വരുന്ന സമയം മുഴുവൻ അതിനെ പരിപാലിച്ചതിന് ശേഷം അതിന് സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ വേസ്റ്റ് പ്രോഡക്റ്റുകളാണ് ഉണ്ടാവുക. ഇപ്പോൾ മാംസം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ വാല്യുബിൾ ആയിട്ടുള്ളൊരു സാധനമാണെങ്കിലും അത്തരത്തിലുള്ളൊരു മാംസം സ്വാഭാവികമായി ഒരു ജീവിയുടെ ശരീരത്തിൽ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി ഹെവി ആയിട്ടുള്ള എമൗണ്ട് ഓഫ് ഫുഡ് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും, വെള്ളം കൊടുക്കേണ്ടതായിട്ട് വരും, അതിൻ്റെ വേസ്റ്റ് ഉണ്ടാവും, അതിനെ സ്ലോട്ടർ ചെയ്തതിന് ശേഷമുള്ള വേസ്റ്റ് ഉണ്ടാവും. ഇത് ജീവിക്കുന്ന ജീവിത കാലയളവിൽ പുറത്തേക്ക് വരുന്ന കാർബൺ ഫുട് പ്രിൻറ്റ് വളരെ വലുതായിരിക്കും. ഇതിനെ വളരാൻ ആവശ്യമായിട്ടുള്ള മറ്റ് സോഴ്സുകൾ, പ്ലാന്റുകളൊക്കെ തന്നെ വളർത്തിയെടുത്ത് ലാൻഡ് ഏരിയ ഒരുപാട് നമുക്ക് ഒക്യുപ്പൈ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കാണ് അസുഖമുണ്ടാകുമ്പോൾ ആൻറ്റിബയോട്ടിക്കുകൾ കൊടുക്കുക, അതിൻ്റെ ഉള്ളിൽ തന്നെ പലതരത്തിലുള്ള ബാക്ടീരിയകൾ വളർന്നു വരിക, മാത്രമല്ല പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നതിന് വേണ്ടി ഗ്രോത്ത് ഹോർമോൺ പോലെയുള്ളവ കുത്തിവയ്ക്കുക തുടങ്ങിയ പ്രശ്നങ്ങൾ നിൽക്കുന്നത്. ഈ മേഖലയെല്ലാം അടിമുടി അപ്രത്യക്ഷമാകുമെന്ന് മാത്രമല്ല, ചിലവ് കുറഞ്ഞ രീതിയിൽ വികസിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞാൽ 90% കാർബൺ ഫുട് പ്രിൻറ്റിനെയും വെള്ളം വേസ്റ്റാകുന്നതും പലതരത്തിലുള്ള ന്യൂട്രിയൻസുകൾ വേസ്റ്റാകുന്നതുമൊക്കെ തന്നെ അവോയ്ഡ് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഗവേഷകർ പറയുന്നത്. മാത്രമല്ല സ്ഥലം ഒക്യുപ്പൈ ചെയ്യുന്നതിൽ വലിയ തോതിലുള്ള കുറവുണ്ടാവും. ലാബിൽ കൃത്യമായിട്ട് സ്പേസ് എഫിഷ്യൻ്റായിട്ട് മാംസം വളർത്തിയെടുക്കുന്നതിലൂടെ തന്നെ അത്തരത്തിലുള്ള പൊല്യൂഷനുകളും ഒഴിവാക്കാൻ സാധിക്കും. ഒരു മൃഗത്തെ കൊല്ലുന്നില്ല, എന്നാൽ ആ മൃഗത്തിൻ്റെ അതേ ടേസ്റ്റുള്ള മാംസം വളർത്തിയെടുക്കാൻ സാധിക്കുന്നു എന്നതിൽ നിന്നും എൻഡേഞ്ചേർഡായി പോയതുകൊണ്ട് മാത്രം നമുക്ക് ഭക്ഷിക്കാൻ കഴിയാത്ത, വംശനാശ ഭീഷണി നേരിടുന്നത് കൊണ്ടോ എന്തെങ്കിലും സേക്രഡായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടോ കഴിക്കാൻ കഴിയാത്ത ജീവജാലങ്ങളുടെ മാംസം പോലും വളർത്തിയെടുത്ത് ഭക്ഷിക്കാൻ നമുക്ക് സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും. അതുപോലെ തന്നെ ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല. കാരണം ലാബ് എന്ന് പറയുന്നത് സ്റ്റെറിലൈസ് ചെയ്തതാണ്. ഈ കോളി, സാൽമോണല്ല പോലെയുള്ള ബാക്ടീരിയകൾ നമ്മളെ ആക്രമിക്കുന്നില്ല. ഗ്രോത്ത് ഹോർമോണുകൾ അപ്ലൈ ചെയ്യാതെ തന്നെ കൃത്യമായ കണ്ടീഷനുകളിൽ സുരക്ഷിതമായ രീതിയിലുള്ള അളവുകൾ ഉപയോഗിച്ചുകൊണ്ട് മാംസം വളർത്തിയെടുക്കാവുന്നതേ ഉള്ളൂ എന്ന ഒരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ഇതിലേറ്റവും പ്രോമിസിംഗ് ആയിട്ട് എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് പലപ്പോഴും മാംസാഹാരം കഴിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന ഹെൽത്ത് കൺസേൺസ് ഉണ്ട്. ഫാറ്റിൻ്റെ അക്യുമുലേഷൻ, അതുപോലെയുള്ള പല സാധനങ്ങളും നമ്മുടെ ശരീരത്തിലേക്ക് എത്തും എന്ന് ഭയപ്പെടുന്നുണ്ട്. എന്നാൽ ലാബ് ഗ്രോൺ മീറ്റിൻ്റെ ഉള്ളിലേക്ക് ഒരു വ്യക്തിയുടെ ഡയറ്റിന് ആവശ്യമായ രീതിയിലുള്ള പ്രൊപ്പോർഷണലായിട്ടുള്ള മിനറൽസും ന്യൂട്രിയൻസും ഷുഗറും ഒക്കെ മാത്രമാണ് കടത്തിവിടുന്നതെങ്കിൽ കഴിക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് അതൊരു ഡയറ്ററി സപ്ലിമെൻ്റ് കൂടിയായിരിക്കും. ഇഷ്ടത്തിനനുസരിച്ചുള്ള ടേസ്റ്റ് സെറ്റ് ചെയ്യാനും ക്വാണ്ടിറ്റി സെറ്റ് ചെയ്യാനും കഴിയും എന്നതിലൂടെ ഭക്ഷണം വേസ്റ്റ് ആവാത്ത രീതിയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാനും ഒരുപാട് പേർ ഉപയോഗപ്പെടുത്താത്ത എല്ലുകൾ പോലെയുള്ള വേസ്റ്റുകൾ ഉണ്ടാകുന്നത് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും എന്ന ഒരു പ്രത്യേകതയും ലാബ് ഗ്രോൺ മീറ്റിനുള്ളിലുണ്ട്. എന്നാൽ ഇത് വളർത്തിയെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളുണ്ട്. ഈ കോസ്റ്റ് കുറച്ചെടുക്കുക, ഇത്തരത്തിലുള്ള പദാർത്ഥങ്ങൾ കൃത്യമായ രീതിയിൽ സപ്ലൈ ചെയ്യുക, ഗുണനിലവാരം ഉറപ്പാക്കുക, ഇതിനെന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടായ മാംസത്തിൻ്റെ ടേസ്റ്റ് തന്നെ വ്യത്യാസപ്പെടുക, അങ്ങനെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സുകൾ ഇതിൻ്റെ ഉള്ളിലുണ്ട് എന്നത് യാഥാർത്ഥ്യമാണെങ്കിലും ഭാവിയിൽ ഒരുപക്ഷെ പുതിയൊരു ഭക്ഷണക്രമം എന്നതിനുപരി പുതിയൊരു ഫുഡ് സിസ്റ്റം നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതിൻ്റെ ആവശ്യകത ചൂണ്ടിക്കാണിക്കുന്നതാണ് ലാബ് ഗ്രോൺ മീറ്റുകൾ ഉണ്ടാക്കണം എന്ന് പറയുന്നതിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ നമ്മുടെ വിപണിയിൽ ഒറിജിനൽ ഡയമണ്ടും സിന്തസൈസ്ഡ് ഡയമണ്ടും കിട്ടില്ലേ, അതുപോലെ തന്നെ ഒരു ജീവിയുടെ ശരീരത്തിൽ നിന്ന് എടുക്കുന്ന മീറ്റ് അല്ലെങ്കിൽ കശാപ്പ് ചെയ്തെടുക്കുന്ന ഇറച്ചി, ലാബിൽ വളർത്തിയെടുക്കുന്ന ഇറച്ചി എന്ന് പറയുന്ന 2 കാറ്റഗറി ഉണ്ടാകാം. അത് ലാബിൽ വളർത്തിയെടുക്കുന്നത് നോൺ വെജ് തന്നെയാണോ എന്നുള്ള ഒരു എത്തിക്കൽ ക്വസ്റ്റ്യൻ കൂടി ഉണ്ടാകും. എങ്കിൽ ഒരുപക്ഷെ ജീവികളെ കശാപ്പ് ചെയ്ത് മാംസം എടുക്കുന്നു എന്ന പരാതിയിൽ വെജിറ്റേറിയനായി മാറിയ ആളുകൾ ഇതെങ്ങനെ പ്രതികരിക്കും എന്നൊരു ചോദ്യവും ഉണ്ടാകുന്നുണ്ട്. നാളെയുള്ള കാലഘട്ടത്തിൽ നോൺ വെജ്
റിയലി നോൺ വെജ് തന്നെയാകുമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇങ്ങനെയുള്ള ഇറച്ചി വളരെ സുരക്ഷിതമായിട്ട് വിപണിയിൽ എത്തിയാൽ, ചിലവ് കുറഞ്ഞ് എത്തിക്കഴിഞ്ഞാൽ നിങ്ങളിത് ഓപ്റ്റ് ചെയ്യുമോ? ടേസ്റ്റിനോ ടെക്സ്ചറിനോ ഒന്നും വ്യത്യാസമില്ലാതെ, എന്നാൽ കൃത്യമായി ലാബിൽ വളർത്തിയെടുത്ത മാംസത്തെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ മോറൽ, എത്തിക്കൽ അല്ലെങ്കിൽ ഹെൽത്ത് വൈസ് ആയിട്ടുള്ള അഡ്വൈസ് എന്നറിയാൻ താല്പര്യമുണ്ട്. അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടുന്നത് വരെ ബൈ.